സന്തോഷം കൊണ്ട് വിടർന്നു. അതിൽ പെട്ടെന്ന് തിളക്കം വന്നു. പിന്നെ സമയത്തിന്റെ ശക്തി അവൻ അനുഭവപ്പെട്ടു. തന്റെ ഓരോ സുഷിരങ്ങളുടെയും ഊർജ്ജം ഒഴുകുന്നത് അവന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തോടെ കുളിച്ചായി. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്റെ ശരീരം ഒരു പക്ഷി പോലെ പറക്കുന്നതായി അയാൾ തോന്നി. അവൻ തലയുയർത്തി മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന 15 പടികൾ സൂക്ഷിച്ചു നോക്കി. നിലത്ത് കിടക്കുന്ന ഒരു മരത്തിൽ ചാടി അവന്റെ കാലുകൾ വീണ്ടും മരത്തിൽ പറ്റി. പക്ഷേ ഇപ്പോൾ അവൻ നന്നായി കൈകാര്യം ചെയ്തു. ഗുരു, ഞാൻ തയ്യാർ. വെറും 15 പ്രതികരണങ്ങളല്ല, എല്ലാ മരക്കഷ്ണങ്ങളും വേഗമായി ഗുരു. ഇനി എത്ര പ്രതികരണങ്ങൾ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്, അവൻ പറഞ്ഞു. 15 പ്രതികരണം മാത്രമല്ല, അതിനുമേറെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് അമരൻ പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ആവേശം പ്രകടമായിരുന്നു. അവന്റെ ധൈര്യം കണ്ട് വരുണമിത്രൻ അവനോട് പറഞ്ഞു, വളരെ നല്ല തമര, തയ്യാറാവുക. ഗുരു പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ ഗുരു വായുവിൽ കൈവീശി 15 കഷ്ണങ്ങളും അമരന്റെ നേരെ ഒരേ സമയം വിക്ഷേപിക്കുകയും അവനെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം അമരൻ പരികഷ്ണങ്ങളെല്ലാം തനിക്ക് നേരെ വരുന്നത് കണ്ട് ശക്തി പ്രയോഗിച്ച് പശയുടെ പിടിയിൽ നിന്ന് കാലുകളെ മോചിപ്പിക്കാൻ തുടങ്ങി. ശരവേഗത്തിൽ അമരനെ ലക്ഷ്യമാക്കി നീങ്ങിയ 15 മരക്കഷ്ണങ്ങൾ കാർമേഘം പോലെ നിരത്ത് ചിതറിക്കിടക്കുന്ന പൊടിപടങ്ങൾ വീശാൻ തുടങ്ങി. എന്നാൽ അമരൻ അതിലൊന്നും ഭയപ്പെട്ടില്ല. എന്നാൽ ആ ഭാരമേറിയ കല്ലില്ലെങ്കിൽ തന്റെ വേഗത ഇരട്ടിയാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ വേഗതയിൽ അവൻ തന്നെ പരികഷ്ണങ്ങളിലേക്ക് ഓടാൻ തുടങ്ങി. അതിനടുത്തെത്തിയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന മരക്കഷ്ണങ്ങളിലേക്ക് കുതിച്ചു ചാടി അമരൻ മുന്നോട്ട് നീങ്ങി. 15 മരക്കഷ്ണങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടി എഴുന്നേറ്റ് നിലത്ത് നിന്നു. കാലുകൾ നിലത്ത് വെച്ചയുടൻ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ നെറ്റിയിലെ വീർ തുടച്ചു. ആ രംഗം കണ്ട് വരുണമിത്രൻ വളരെ സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. 15 മരക്കഷ്ണങ്ങളെ ഇത്ര നിഷ്പ്രയാസം അവൻ അതിജീവിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ അത്ഭുതം തന്റെ മുതുകിൽ തൂങ്ങിക്കിടക്കുന്ന ആ കറുത്ത കല്ല് കൊണ്ടാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിനിടയിൽ അവൻ തന്റെ മോതിരത്തിൽ നിന്ന് പച്ചക്കുപ്പിയെടുത്ത് ശേഷിക്കുന്ന ശക്തി വർദ്ധിപ്പിക്കുന്ന ഗുളിക കഴിച്ചു. അതിനുശേഷം അവന്റെ ശരീരത്തിലെ ശക്തികൾ പിന്നെയും വലിയ രീതിയിൽ പ്രവഹിച്ചു. ആ ഗുളിക കഴിച്ചപ്പോൾ തന്റെ ശരീരത്തിൽ ഒരുപാട് ഊർജ്ജം ഒഴുകാൻ തുടങ്ങിയെന്ന് അവൻ മനസ്സിലായി. അത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങി. ചുറ്റും തിളങ്ങാൻ തുടങ്ങി. ഈ തേജസ് അവന്റെ ചുറ്റും മാത്രമല്ല, അവന്റെ മുഖത്തും പ്രതിഫലിച്ചു. അതിപ്പോൾ മുമ്പത്തേക്കാൾ വളരെ തിളക്കമുള്ളതായി തോന്നുന്നു. ആ ശക്തി മനസ്സിലാക്കി അവൻ കണ്ണുകൾ അടച്ചു. പിന്നെ അവൻ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണുകളുടെ നിറം മാറിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി അവൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് പാറപ്പുറത്തിരിക്കുന്ന വരുണമിത്രനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു, ഗുരു, ഞാൻ വളരെ സന്തോഷമാണ് ഗുരു. എനിക്ക് 6 നക്ഷത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടി. ഇത് കേട്ട് വരുണമിത്രൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു, തലയാട്ടി. അഭിനന്ദനങ്ങൾ അമര. അതും പറഞ്ഞ് ഗുരുദേവൻ ഒന്നും മിണ്ടാതെ പാറയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. 6 നക്ഷത്ര അപരാജിതൻ അമരൻ കൂടുതൽ ശക്തനായി മാറിക്കഴിഞ്ഞു. തന്റെ ശക്തിയുടെ ഈ വർധനയിൽ അവൻ വളരെ സന്തുഷ്ടനാണെന്ന് തോന്നി. എല്ലാ മരക്കഷ്ണങ്ങളും ഒറ്റയടി തട്ടിമാറ്റാൻ ശീലിച്ചതിനാൽ പഴയതുപോലെ അമരന് ഈ പ്രാവശ്യം വേദനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ സന്തോഷത്തോടെ ചെലവഴിച്ചു. അന്നത്തെ പരിശീലനത്തിന് ശേഷം ഗുളികകൾ ഉണ്ടാക്കാനുള്ള ചേരുവകൾ കണ്ടെത്താൻ വനത്തിലൂടെ നടക്കുകയായിരുന്നു അവൻ. അമരന്റെ പരിശീലനത്തിന് ശക്തി ഗുളിക വളരെ പ്രധാനമാണ്. കാരണം പകൽ മുഴുവൻ പരിശീലനത്തിൽ ഏർപ്പെട്ട അമരൻ വളരെ ക്ഷീണിതനായിരുന്നു. ശരീരം വീണ്ടും ശക്തി പ്രാപിക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഗുളികകളുടെ സഹായത്തോടെ ശരീരത്തിന്റെ ക്ഷീണം പെട്ടെന്ന് മാറ്റാം. അതിനാൽ ഗുളികകൾ വേഗത്തിൽ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അമരൻ നിലവാരം കുറഞ്ഞ വൈദ്യൻ ആയിരുന്നതിനാൽ ബലം വർദ്ധിപ്പിക്കുന്ന ഗുളിക തയ്യാറാക്കാൻ വരുണമിത്രന്റെ സഹായം ആവശ്യമായിരുന്നു. മരുന്നുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ അമരൻ അല്പം വിഷമിച്ചു. പാഞ്ചാല നഗരത്തിരുന്നപ്പോൾ 10 ഗുളികൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. മരുന്ന് മറ്റാരും കാണാതെ തയ്യാറാക്കാനുള്ള സമയം കണ്ടെത്തുന്നതിലാണ് കൂടുതൽ സമയവും പാഴായത്. ഇങ്ങനെ ഓരോ നോർത്തു അമരന്റെ ഔഷധച്ചെടികൾ കണ്ടെത്തുന്ന യാത്ര തുടർന്നു. ഇവിടെയുള്ള മാന്ത്രിക മൃഗങ്ങളുടെ പ്രധാന ഭാഗം ഔഷധച്ചെടികൾ നിറഞ്ഞതായിരുന്നു. ഗുളിക ഉണ്ടാക്കാൻ ആവശ്യമായ